KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ. ഗോപു, തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് അവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വിവാദമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ആ മെഡിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പലും സൂപ്രണ്ടുമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തെ കള്ളനാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും വേണ്ട, അന്വേഷണമൊക്കെ അവസാനിപ്പിക്കാം, അത് സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച കൊടുക്കുമെന്നൊക്കെയാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? ഒരു ഡോക്ടർ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ആ സമ്പ്രദായത്തിലെ ആ സിസ്റ്റത്തിലെ ചില പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സർക്കാരിനാൽ വേട്ടയാടപ്പെടുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഇന്നലെ വൈകിട്ട് അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കേരള സമൂഹത്തിന് മുന്നിൽ ഒരു കള്ളനായിട്ട് ചിത്രീകരിക്കപ്പെടുമായിരുന്നു. അത്തരത്തിലുള്ള വേട്ടയാടികൾക്കെല്ലാം അവസാനം തോറ്റു തുന്നം പാടി സർക്കാർ മുട്ടുമടക്കിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രിൻസിപ്പാളും സർക്കാരുമൊക്കെ, കോളേജ് പ്രിൻസിപ്പാളും സർക്കാരുമൊക്കെ ഉയർത്തിയ വാദങ്ങൾ തെറ്റായിരുന്നു എന്ന് ഇന്ന് നമ്മുടെ മുന്നിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. കാരണം ഡോക്ടർ ഹാരിസ് അദ്ദേഹം വെളിപ്പെടുത്തിയ വലിയ തരത്തിലുള്ള അവിടുത്തെ ദുരവസ്ഥ, മെഡിക്കൽ കോളേജിൽ രോഗികളെ ചികിത്സിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയൊരു ദുരവസ്ഥ അദ്ദേഹം ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതിന് പകരം അത് ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ ചികിത്സ മുടങ്ങുന്ന സാഹചര്യം അതുണ്ടാകരുത്, സാധാരണക്കാരായിട്ടുള്ളവർ ആ ആശുപത്രിയിലേക്ക് കടന്നു വരുന്നവരുടെ ജീവൻ നിലനിർത്തേണ്ടതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഡോക്ടറെ അദ്ദേഹത്തെ ഏതെങ്കിലും എല്ലാ തരത്തിലും ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പോലും പുറത്താക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ പറ്റി ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിലെ മറ്റു ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഉപകരണങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അദ്ദേഹത്തെ കള്ളനായിട്ട് ചിത്രീകരിക്കാൻ ഒരു ശ്രമം ഉണ്ടാകുന്നു. കാരണം ആ സിസ്റ്റത്തിന്റെ തെറ്റിനെതിരായിട്ട് ശബ്ദിച്ചതിന്റെ പേരിൽ അദ്ദേഹം മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ട് അതിനങ്ങൾ നമുക്കറിയാം. പലപ്പോഴും അദ്ദേഹം പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ പോലെ അവിടുത്തെ വലിയ ഒരു തസ്തികയിലിരിക്കുന്ന അവിടുത്തെ മേധാവിയായിട്ടിരിക്കുന്ന വകുപ്പിന്റെ അവിടുത്തെ ഇതിന്റെ മേധാവിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വരികയാണ്. അതെ, അതാണ് ഏറ്റവും വലിയ വിഷയം. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, അത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ഈ രോഗികളുടെ ബന്ധുക്കളോട് ഞാൻ പറഞ്ഞ പലപ്പോഴും ഞാൻ അത്തരം ഉപകരണങ്ങൾ വാങ്ങിപ്പിക്കാറുണ്ട് എന്നൊക്കെയുള്ള ഒരുപക്ഷെ ഈ പറയുന്ന ആരോഗ്യ കേരളം നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് മേനി നടിക്കുന്നതിനിടയ്ക്കാണ് ആ ഒരു പ്രതിച്ഛായ എല്ലാം തന്നെ തകടം മറിക്കുന്നത് അല്ലെങ്കിൽ പൊട്ടി വീഴുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്ല, ഇത് തള്ളലുകൾ മാത്രമായിരുന്നു എന്നുള്ള ജനം തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്താ? തള്ളലുകളും പൊള്ളത്തരങ്ങളും മാത്രമാണ്. ആ പൊള്ളത്തരങ്ങളും തള്ളലുകളെല്ലാം ഇന്ന് പൊളിഞ്ഞു വീഴുന്നുണ്ട് കൃത്യമായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ. നമ്മളൊന്ന് അവിടേക്ക് ചെന്ന് പരിശോധിച്ചാൽ അവിടെ രോഗികളുടെ അവസ്ഥകൾ, ആ ആശുപത്രിക്കകത്ത് വാർഡുകൾക്കകത്ത് എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള രീതിയിലാണ് രോഗികൾ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളതടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതരത്തിലുള്ള അസുഖങ്ങളിൽ വരുന്നവർ മറ്റു മാറാരോഗങ്ങൾ ബാധിച്ച് തിരിച്ചു പോകേണ്ട അവസ്ഥ ആശുപത്രിയിലുണ്ട്. അതിലൊന്നും ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ നമ്മുടെ സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല. ഈ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ അവിടെ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. സാധാരണക്കാരായിട്ടുള്ളവർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് പോലെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ അവസ്ഥ അദ്ദേഹം ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതിന് പകരം അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് ഭാഗത്തു നിന്നായിട്ട്. തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം, രണ്ടാമത്തെ ഒരു മെഡിക്കൽ കോളേജ് UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചിരുന്നതാണ്. ജനറൽ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ തന്നെ രണ്ടാമത്തെ ജനറൽ ഹോസ്പിറ്റൽ അതിനെ വീണ്ടും ഒരു രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ആക്കി. കാരണം അതൊരു ആവശ്യകതയാണ്. തിരുവനന്തപുരത്തിന് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ആവശ്യകതയായിരുന്നു. കാരണം അത്രത്തോളം രോഗികൾ അവിടെ അവരുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് സൃഷ്ടിക്കപ്പെടുമ്പോൾ വീണ്ടും മികച്ച രീതിയിലുള്ള ചികിത്സ ലഭ്യമാകും എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അതിനെ അടച്ചുപൂട്ടുന്ന അതിന്റെ മുഴുവൻ പണികളും പൂർത്തീകരിച്ചിട്ടും
അത് തുറന്ന് പ്രവർത്തിക്കുവാനോ അവിടെ മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാനോ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അവർ അത് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അടച്ചുപൂട്ടിയവർ നിലവിലുള്ളതിനെങ്കിലും നേരിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമായിരുന്നു. പക്ഷെ അവർ ഇതിനെയും എങ്ങനെയും തകർക്കാം എന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തള്ളലിനെ കുറിച്ച് പറയുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട തള്ളലാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. മെസ്സിയെയും അർജന്റീനയും കേരളത്തിൽ എത്തിക്കുമെന്ന് കായിക മന്ത്രി തന്നെ പാടി നടന്നു. അദ്ദേഹം ഒരു വേദിയിൽ ഒരു പരിപാടിയിലാണ്, കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബറിൽ വളരെ സന്തോഷത്തോടെ ഒരു പ്രഖ്യാപനം നടത്തിയത്. മെസ്സി വരുന്നുണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടക്കാൻ പോകുന്നില്ല. ഈ മന്ത്രിയും സർക്കാരും ഒക്കെ തന്നെ അതിന് ഒപ്പം കൂടെ നിന്ന ഒരു സ്പോൺസറും ഒക്കെ തന്നെ കേരളത്തെയും ജനങ്ങളെയും യുവാക്കളെയും കുട്ടികളെയും ഒക്കെ തന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഈ മാർക്കറ്റിംഗ് മേധാവി തന്നെ ഇന്ന് മറ്റൊരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ഈ സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ ലംഘനം നടത്തിയത്, തങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ്. ഈ പറഞ്ഞു പറ്റിക്കല് തള്ളലും ഒക്കെ തന്നെയാണ് ഈ LDF സർക്കാരിന് മുഖമുദ്ര എന്നാണ് ഈ സംഭവം മനസ്സിലാക്കി തരുന്നത്. അല്ല, ആദ്യത്തെ LDF സർക്കാരിന്റെ കാലത്ത് ഇവർ ഉയർത്തിയ മുദ്രാവാക്യം LDF ഒരു എല്ലാം ശരിയാകുമെന്നാണ്. രണ്ടാമത് ഇവർ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? ഉറപ്പാണ് LDF എന്നാണ്. ഇപ്പോൾ അവസാന കാലഘട്ടത്തിലേക്ക് ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ രണ്ടാമത് അധികാരത്തിൽ വന്നു. ഇപ്പോൾ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തള്ളലാണ് LDF എന്ന രീതിയിലേക്ക് അവർ മുദ്രാവാക്യം മാറ്റിയിട്ടുണ്ട്. തള്ളലാണ് LDF എന്ന രീതിയിലേക്ക് അവർ മുദ്രാവാക്യം മാറ്റിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഈ പറഞ്ഞതുപോലെ അത് മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ മാത്രമല്ലല്ലോ, അല്ല പല വിഷയങ്ങൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോഴും ആ മുദ്രാവാക്യം അവർ കൃത്യമായിട്ടും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 13 ലക്ഷത്തിൽ പരം രൂപയാണ് ആ യാത്രയ്ക്ക് സ്പെയിനിലേക്കുള്ള മന്ത്രിയുടെ സംഘത്തിന്റെ യാത്രയ്ക്ക് മന്ത്രി പറഞ്ഞത് ഒരു രൂപ പോലും മെസ്സിയെ കൊണ്ടുവരുന്നതിന് സംസ്ഥാന സർക്കാരിന് ചെലവില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അല്ല, ഇവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും കൈനഷ്ടം വന്നിട്ടില്ല എന്ന്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഖജനാവിനൊന്നും നഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ നമുക്ക് നഷ്ടമുണ്ടാകുന്ന സാഹചര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ 13 ലക്ഷത്തിലധികം രൂപ എന്റെയും നിങ്ങളുടെയും ഒക്കെ സാധാരണക്കാരായിട്ടുള്ളവരുടെ പണം ദൂർത്തടിച്ചുകൊണ്ട് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാഗ്ദാനം, ഒരു പൊള്ളത്തരം കേരളത്തിന്റെ കായിക പ്രേമികളുടെ മുന്നിലായിക്കോട്ടെ, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ളവരുടെ മുന്നിലായിക്കോട്ടെ, കേരളത്തിലെ യുവജനങ്ങളുടെ മുന്നിലായിക്കോട്ടെ ഇവർ വയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇത് സാധിക്കില്ല, സാധ്യമല്ല എന്നുള്ളത് അറിയാമായിരുന്നിട്ടും എന്തിന് ഇത്തരത്തിലൊരു വലിയ തൂർത്ത് ഗവൺമെന്റ് നടത്തി എന്നുള്ളത് ഇവിടെ അവര് സാധാരണക്കാരായിട്ടുള്ളവരോട് സമൂഹത്തോട് പറയാൻ ബാധ്യസ്ഥരാണ്. അല്ല, ഈ പറഞ്ഞ പോലെ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് മേധാവി തന്നെ പറയുന്നു സർക്കാർ ലംഘനം നടത്തി. അപ്പോൾ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയേണ്ട, തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഈ മന്ത്രിക്ക്, പ്രത്യേകിച്ച് കായിക മന്ത്രിക്ക് തന്നെ ഇല്ലേ? അല്ല, ഇവർക്ക് ഇത് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഇവർക്ക് കുറച്ച് പൈസ എങ്ങനെയെല്ലാം ഖജനാവിൽ നിന്ന് ദൂർത്തടിക്കാമോ, എങ്ങനെയെല്ലാം കൈക്കലാക്കാമോ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ പല രീതിയിലും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശ്രമം മാത്രമായിരുന്നു മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലൊരു കരാറിനൊക്കെ പോയി. പക്ഷെ ഇവർക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ഇവർക്ക് പൈസ മാത്രമായിരുന്നു ലക്ഷ്യം. അത് കൈക്കലാക്കി നടക്കില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അതിനങ്ങ് ഉപേക്ഷിച്ചു. തിരിച്ചു വന്നിരുന്ന് കുറെ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ഇവരുടെ ഒരു വെളുപ്പിക്കൽ രീതി മുമ്പെങ്ങനെയാണോ ആ രീതി തുറന്നുകൊണ്ടിരിക്കുക.